ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് NZ. നമ്മൾ കോളേജ് അക്കോമഡേഷനിലാണ്. സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ കുറേ കമ്പ്യൂട്ടറിനകത്ത് കുറേ പരിപാടി, ഹോംവർക്ക് കുറേ ഉണ്ടായിരുന്ന അസൈൻമെൻറ്റ്സ് അതെല്ലാം ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ആവാമെന്ന് വിചാരിച്ച് പള്ളി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. സോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഒരു പള്ളി പോയതാണ്. പക്ഷേ ഇന്ന് ക്ലോസ് ആയിരുന്നു. അവർക്കൊരു പെർട്ടിക്കുലർ ടൈമിങ്സ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ആ പള്ളിയിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ അത് ലോക്കായിരിക്കും. അപ്പം പോയി മുമ്പിൽ ജസ്റ്റ് നിന്നൊന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പോൾ ഇറങ്ങി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഫോക്സ്ട്രോൺ ഏരിയയിലെ ലോൺസ്ഡേൽ എന്ന് പറയുന്ന കോളേജിൻ്റെ അക്കോമഡേഷനിലാണ്. സോ അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക റിട്ടേൺ. ഓക്കെ, ഹായ്, ഹലോ. ഒരു നല്ല ഭംഗിയുള്ള ഒരു വ്യൂസാണ് ഇതെല്ലാം കേട്ടോ. ഇത് ഒരു വില്ലേജാണ്, ബട്ട് സ്റ്റിൽ നല്ല ഒരു ക്ലീൻ കാം എന്ന് പറയില്ലേ, ആ പരിപാടി സൂപ്പറാണ്. ഇതാണ് ഞാൻ പഠിക്കുന്ന കോളേജ്. ഇവിടുന്ന് ഇങ്ങനെ നേരെ നടക്കുക. ഞങ്ങളുടെ അക്കോമഡേഷൻ ഇവിടുന്ന് ഒരു ഇച്ചിരി ദൂരം, പക്ഷേ ഇത് കോളേജ്. ന്യൂസിലാൻഡ് യാത്ര അടിപൊളിയൊക്കെ ആയിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഒരു വിഷമം തോന്നി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ഓക്കെ ആയി. നല്ല കഴിച്ച് അല്ലേ. പക്ഷേ ഇവിടുത്തെ സൺറൈസ് ഭയങ്കര ഡേഞ്ചർ എന്നാണ് കേട്ടത്. UV റേസ് ഇതിൽ കൂടുതലായിരിക്കും. അപ്പം ഇങ്ങോട്ട് വരുന്നവർ സൺറൈസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻ കൊണ്ടുവരണം. പിന്നെ ഇത് റെസ്റ്റ് ഹോം ആട്ടോ, നമ്മുടെ ലോൺസ്ഡേലിൻ്റെ റെസ്റ്റ് ഹോമാണ്. ഇവിടെയാണ് പ്ലേസ്മെൻറ്റിനൊക്കെ വരിക. ഐ തിങ്ക് എൻ്റെ ഇതുവരെയായിട്ടും പ്ലേസ്മെൻറ്റ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു റെസ്റ്റ് ഹോമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, നന്നായിട്ട് ആരാ എന്നാന്നൊന്നുമില്ല, ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയും. അതാണ് ഇവിടുത്തെ പ്ലസ് പോയിൻറ്റ്. ദേ തൊട്ട് മുമ്പിൽ നല്ല ബീച്ചാണ്, ഫോക്സ്ട്രോൺ ബീച്ചാണത്. തൊട്ടടുത്ത് ബീച്ചാണ്. നല്ല നല്ല സ്ഥലം. ഇതൊരു ഫോക്സ്ട്രോൺ ബീച്ച് മോട്ടൽ. അതൊരു ഫോക്സ്ട്രോൺ ബീച്ച് മോട്ടൽ എന്നാണ് പറയുന്നത്. അവിടെ ഇപ്പം നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ വേണമെങ്കിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് ബീച്ചും ഒക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ മോട്ടൽ എന്നാണ് പറയുന്നത്. നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്താറായി. ഞങ്ങൾക്ക് പഠിക്കാൻ കുറേ ഉണ്ട്, എന്നാലും സ്റ്റിൽ ഒരു ഇച്ചിരി റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച. ഹായ്, കണ്ടില്ലേ, ഇവിടെ ആരാ എന്നാന്നൊന്നും നോക്കാനില്ല. എല്ലാവരോടും ഹായ് ബായ് പറയാം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫേസസ്. ഞങ്ങളിപ്പോൾ ബീച്ചിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ ബീച്ച് കാണിക്കാം. This is Neetu. Yes. YouTube channel this one. എല്ലാവരും പുതിയ ആൾക്കാരാണ്, എല്ലാവരും അറിഞ്ഞു വരുന്നുള്ളൂ അങ്ങോട്ട്. സോ ദിസ് ഈസ് മൈ ഫ്രണ്ട് നീത ആൻഡ് ദിസ് ഈസ് മൈ ഫ്രണ്ട് ബിൻസി. എല്ലാവരും നാട്ടിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ വന്നതാണ്. സോ ദിസ് ഈസ് വാട്ട് ബീച്ച്. കണ്ടില്ലേ, അടിപൊളിയല്ലേ. നല്ല വ്യൂ ആണ് ഗൈസ്.
ശരിക്കും അടിപൊളിയാണ്. അല്ലേ, നല്ല സ്ഥലമാണ്. ഇവിടുത്തെ വീടും വണ്ടികളും ആൾക്കാരും എല്ലാം അടിപൊളിയാണ്. ആണ് ഫോക്സ്റ്റണിലെ ബീച്ച്. കണ്ടില്ലേ, നല്ല കടലാണ്, സൂപ്പർ. ഇത് ഫോക്സ്റ്റൺ ഏരിയയിൽ ഏറ്റവും ഒരു സൈഡിൽ വരുന്ന ഒരു ബീച്ചാണിത്. നല്ല വ്യൂസ്, സൂപ്പർ വ്യൂ. കണ്ടില്ലേ, ഇന്നലെ വന്നപ്പം ഇവിടെ എങ്ങും വെള്ളം ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഉള്ളത് ഇതുപോലെ പുല്ല് പിടിച്ചിരിക്കുകയായിരുന്നു ഈ ഏരിയ ഫുള്ള്. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഫുള്ള് വെള്ളം കയറിയിരിക്കുക. കണ്ടില്ലേ, അങ്ങ് മൂലയ്ക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അറിയത്തില്ല. അപ്പോൾ ഇത് അങ്ങ് മൂലയ്ക്കാണ് ശരിക്കുള്ള കടൽ. അവിടെ ഇന്നലെ ഇത്രയും വെള്ളം കയറിയതാണിത്. കണ്ടോ, ഇഷ്ടംപോലെ പക്ഷികളൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള പക്ഷികൾ. ആ പക്ഷികളുടെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ താഴെ നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ പക്ഷികളാണ് സീസൺ വൈസ് ഇവിടെ വരുന്നത്. വിൻ്റർ ബേർഡ്സ്, സമ്മർ ബേർഡ്സ്, പിന്നെ ഓൾ ഇയർ എറൗണ്ട് ബേർഡ്സ്, അങ്ങനെ കുറേ ബേർഡ്സുകളെ പറ്റി ഡീറ്റെയിൽസ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇതിനകത്ത് ഒരു ബേർഡ്സൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, സൂര്യനുണ്ട് ശരിയാണ്, പക്ഷെ അതേപോലെ തണുത്ത കാറ്റടിച്ചുകൊണ്ടുണ്ട്. ഇതാണ് ഞാൻ നിൽക്കുന്ന ബീച്ച് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ. ഇതാണ് ഫോക്സ്റ്റൺ ബീച്ച് മോട്ടൽ എന്ന് പറയും. ഇവിടെ നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ വന്ന് സ്റ്റേ ചെയ്യുമോ, ഇവിടെ ബീച്ചിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്ത് ഇവിടെയൊക്കെ വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഇന്നലെ വരെ വെള്ളം ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഇനി നാളെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം പോലും വെള്ളത്തിലാവുമെന്ന് ഉറപ്പില്ല. ഓക്കെ, സോ ഇതാണ് ഫോക്സ്റ്റൺ ബീച്ച്. അങ്ങനെ ഫുൾ ചാർജായി കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് മടങ്ങി. അപ്പം ഇതാണ് ഞാൻ എൻ്റെ കോഹോർട്ട് ഗ്രൂപ്പിൻ്റെ അക്കോമഡേഷൻ. അത് കോളേജിൽ തന്നെയാണ്. കോളേജിൽ ഞങ്ങൾക്ക് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പഠിക്കുന്ന റൂമാണ്, സ്റ്റഡി റൂമാണ്. ഇവിടെയാണ് പ്രസൻറ്റേഷൻ, ക്ലാസ്സസ് എല്ലാം നടക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിൽ പോവാണ്. സോ ഗൈസ്, പ്ലീസ് ഫോളോ മൈ ചാനൽ. എൻ്റെ ന്യൂസിലാൻഡിൻ്റെ എല്ലാ വിശേഷവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ടിൽ ദാൻ, ബൈ ബൈ.